മനുഷ്യരുടെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിലുള്ള ഈ ഒരു വിവാഹത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടുതലായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ സീഡ് കറപ്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി കന്യകയുടെ ഉദരത്തിൽ യഹോവ മനുഷ്യനായിട്ട് വരാൻ വേണ്ടി അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ മനുഷ്യനാവെന്ന നസറേനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് അവർക്ക് ദൈവത്തെ ഭയമാണ് എന്ന് വെച്ചാൽ അവരുടെ പാപം നിമിത്തം ദൈവം അവരെ കഷ്ടതയ്ക്കും ദുഃഖത്തിനുമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ഉള്ള ആ ഒരു തെറ്റായ ധാരണ നിമിത്തം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു നല്ല ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം, ദൈവം കഷ്ടം തരുന്നവനാണ്, അല്ലെങ്കിൽ നമ്മുടെ പാപം നിമിത്തം നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായിട്ട് ദൈവം ഒരുപാട് കഷ്ടത നമുക്ക് തരുമെന്നുള്ള ആ ഒരു ദുരുപദേശം പലതരത്തിലും വല്ലാതെ ഈ ഒരു സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദൈവം പാപത്തെ ദ്വേഷിച്ച് പാപിയെ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതാണ് ബൈബിൾ പ്രകാരമുള്ള യാഥാർത്ഥ്യം. ഈ ബൈബിളിലുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവം സ്നേഹമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ദൈവം സ്നേഹം തന്നെയാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ പലർക്കും ദൈവത്തെ ഭയമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അവൻ്റെ ശിക്ഷ എന്ന് പലരും കരുതി വച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ കൂടി ദൈവം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറത്താണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജുമായിട്ട് വന്നിരിക്കുന്നത്. എനിക്കിന്ന് രണ്ട് വേദഭാഗങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒന്ന് ഒരു പുറത്താകലാണ്, രണ്ടാമത്തേത് ഒരു ജലപ്രളയത്തിൻ്റെ സ്ക്രിപ്ചറാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആദ്യത്തേത് ഞാൻ ഉദ്ദേശിച്ചത് ആദമിനെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയ ആ ഒരു സ്ക്രിപ്ചറാണ്. ബൈബിളിലെ പല സ്ക്രിപ്ചേഴ്സും മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു വേദഭാഗമാണ് ആദമിനെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതിന് പിന്നിൽ യഹോവ അവരുടെ പാപം നിമിത്തം അവരെ ശിക്ഷിച്ചു എന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ് നടക്കുന്നത്. വെറും 5-6 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ബൈബിളിൽ ഒരു കഥ പറഞ്ഞാലും അവരാദ്യം ഒരുപക്ഷെ പറയുന്ന ഇതായിരിക്കണം, അറിയാവോ ആദമിനെ ഹൗവയെയും യഹോവയായ ദൈവം അവരുടെ അനുസരണക്കേട് കൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയെന്ന്. ദൈവത്തിൻ്റെ രക്ഷ എന്ന സത്യത്തെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശിക്ഷ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഇത്തരം വേദഭാഗങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിക്കാനും ദൈവവുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ അവസ്ഥകൾ ഏതുമായിരിക്കട്ടെ, നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളിലും ദൈവത്തെങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ നമ്മളെ ആകെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു സത്യമാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അനുസരണക്കേട് കാണിച്ച തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലാക്കിയ ആദമും ഹൗവയും അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആദമേ നീ എവിടെ എന്ന് ചോദിച്ച് ഹൃദയം തകർന്ന ആ ഒരു യഹോവ ആദ്യം ചെയ്യുന്നത് അവർക്ക് സ്കിന്ന് കൊണ്ടുള്ള അല്ലെങ്കിൽ തോല് കൊണ്ടുള്ള ഒരു വസ്ത്രം അവരെ ഉടുപ്പിക്കുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അവരുടെ ആ ഒരു നഗ്നത മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു ലജ്ജ മറയ്ക്കാൻ വേണ്ടി ആദ്യം അവിടെയും അവരുടെ ലജ്ജ മറയ്ക്കാനുള്ള ആ ഒരു രക്ഷയാണ് യഹോവ ചെയ്യുന്നത്. ഏദൻ തോട്ടത്തിൽ യഹോവ ഉദ്ദേശിച്ചത് ആദമും ഹൗവയും ട്രീ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് അവർ എന്നേക്കുമായി ജീവിക്കും എന്നതായിരുന്നു യഹോവയുടെ പ്ലാൻ. പക്ഷേ അതിന് വിരോധമായിട്ടാണ് സാത്താൻ ഹൗവയിൽ കൂടി തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരെ കൊണ്ട് അനുസരണക്കേട് കാണിക്കുന്നത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായ ഈ മനുഷ്യർക്ക് വസ്ത്രമുണ്ടാക്കി കൊടുത്ത് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും അയക്കുന്നത് എന്തിനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഈ സത്യം മനസ്സിലാക്കേണ്ടതാണ്. പലർക്കും ഇത് അറിയാമെങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വചനം ഒന്നുകൂടെ വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി.
യഹോവയായ ദൈവം അവരെ പുറത്താക്കുന്നത് തെറ്റ് ചെയ്തത് കൊണ്ടുള്ള ശിക്ഷയ്ക്കായിട്ടല്ല, അതൊരു രക്ഷ തന്നെയായിരുന്നു. കാരണം പാപത്തിൽ മരിച്ച്, ജഡത്തിൽ മരിച്ച്, വക്രനും ദുഷ്ടനും ഒക്കെയാകുന്ന മനുഷ്യര് എന്നേക്കുമായിട്ട് ജീവിക്കാതെ ഇരിക്കാൻ വേണ്ടി യഹോവ അവരെ ആ ഒരു ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് ഇതൊക്കെ വന്നത്. പക്ഷേ ശിക്ഷ ആയിരുന്നില്ല അവിടെ നടന്നത്. സത്യം പറഞ്ഞാൽ അതൊരു രക്ഷ തന്നെയായിരുന്നു. എത്ര സ്നേഹവാനാണ് ദൈവം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, വീണ്ടെടുപ്പിനുള്ള പദ്ധതി കൂടി ദൈവം അവിടെ വെച്ച് തന്നെ പറയുകയാണ്. ദൈവം സാത്താനോട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല മെതിക്കും. ഈ പദ്ധതി അനുസരിച്ച് സ്ത്രീയുടെ സന്തതി എന്ന് വെച്ചാൽ യഹോവ മനുഷ്യനായിട്ട്, വചനം ജഡമായി, ദൈവം മനുഷ്യനായിട്ട് കന്യകയ്ക്ക് ജനിച്ചേ മതിയാകത്തുള്ളായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യര് ഭൂമിയിൽ പെരുകുന്ന ആ ഒരു അവസ്ഥയാണ്. ഇതിന് ശേഷമാണ് ദൈവം പ്രളയം ഉണ്ടാക്കുന്നത്. ദ ഗ്രേറ്റ് ഫ്ലഡ്, അല്ലെങ്കിൽ ആ ഒരു വൻ പ്രളയം യഹോവ ഉണ്ടാക്കുന്നതും യഹോവയുടെ ശിക്ഷയായിട്ടാണ് നമ്മൾ പലരും കേട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രളയത്തിലും യഹോവയുടെ ശിക്ഷയല്ല, രക്ഷയായിരുന്നു എന്നുള്ളത് വിശ്വാസികളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. വൻ പ്രളയം യഹോവ സ്നേഹം കൊണ്ടാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾ വചനത്തിൽ കൂടി ആ വൻ പ്രളയത്തിന് പിന്നിലുള്ള പദ്ധതി, അല്ലെങ്കിൽ യഹോവ എന്തിനാണ് അത് ചെയ്തത് എന്നത് മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ കണ്ടപ്പോൾ, അവർക്ക് സൗന്ദര്യമുണ്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് ബോധിച്ചവരെ ഒക്കെ ഭാര്യമാരായിട്ട് എടുക്കാൻ തുടങ്ങി. ഇത് കണ്ട് വളരെയധികം അനുതപിച്ച യഹോവ അവരുടെയൊക്കെ വയസ്സ് 120 സംവത്സരമാക്കി. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം ചെയ്ത് അവർക്ക് മക്കളുണ്ടാകാൻ തുടങ്ങി. അവരുടെ മക്കളാണ് വളരെ വലിയ മൈറ്റിയായിട്ടുള്ള മല്ലന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇത് വെറും മനുഷ്യരല്ലായിരുന്നു. നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ഫോളൻ ഏഞ്ചൽസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റിയുള്ള വിവരണം ഹാനോക്കിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ വായിച്ച് കണ്ടിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും സൺസ് ഓഫ് ഗോഡ് എന്ന് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഒരു വ്യത്യാസമുള്ള ആൾക്കാർ, മനുഷ്യന്റെ പുത്രിമാരെ വിവാഹം ചെയ്ത് അവർക്കുണ്ടായ ആൾക്കാർ വളരെ വലിയ മല്ലന്മാരായിരുന്നു, അല്ലെങ്കിൽ അവർ മറ്റൊരു ഗണത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നെഫീലിം എന്നാണ് പേര് എന്ന് ബുക്ക് ഓഫ് ഈനോക്കിൽ കൊടുത്തിരിക്കുന്നു എന്നും ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നെഫീലിം എന്നൊരു ഈ ഒരു വസ്തുത ഈ പുസ്തകത്തിലില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ട് അത് മറ്റൊരു തരത്തിലുള്ള ആൾക്കാരായിരുന്നു എന്നുള്ള സൂചനയാണ് ഈ ബൈബിളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗണത്തിലുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് യഹോവ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ യഹോവ വല്ലാതെ അനുതപിച്ചു എന്നുള്ളതാണ്. താൻ മനുഷ്യരെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ഉള്ള ആ ഒരു അനുതാപം യഹോവയ്ക്ക് വരുന്നു. യഹോവയുടെ ഹൃദയം വല്ലാതെ സങ്കടപ്പെടുന്നതായിട്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് യഹോവ തീരുമാനമെടുക്കുന്നത്, മനുഷ്യകുലത്തിനെ മൊത്തം ഡിസ്ട്രോയ് ചെയ്യാൻ ഉള്ള ആ ഒരു തീരുമാനം യഹോവ എടുക്കുന്നു. പക്ഷേ ഒരാളിൽ മാത്രം യഹോവയുടെ കൃപ, ആ ഒരു കൃപയുടെ സാന്നിധ്യം കണ്ടു. ആ ആളാണ് നോഹ. എല്ലാ ജഡവും വഷളരായിരിക്കുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ ജഡം വഷളരായിരിക്കുന്നു, അല്ലെങ്കിൽ ഓൾ ദ ഫ്ലഷ് വെർ കറപ്റ്റഡ് എന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ റിഡംഷൻ പ്ലാൻ ആയിരുന്നു സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് വെച്ചാൽ കന്യകയുടെ ഉദരത്തിൽ യഹോവയ്ക്ക് മനുഷ്യനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിൽ പിറന്നേ മതിയാകത്തുള്ളായിരുന്നു. പക്ഷേ യഹോവയുടെ പ്ലാൻ തകർക്കാൻ വേണ്ടി സാത്താൻ ഡിവൈസ് ചെയ്ത ഒരു പ്ലാൻ തന്നെയായിരുന്നു ഈ ഒരു നെഫീലിം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുത്രിമാരും ദൈവത്തിൻ്റെ പുത്രന്മാരുമായിട്ടുള്ള വിവാഹം കൊണ്ടുണ്ടാക്കിയ ആ ഒരു
ഫ്ലഷിന്റെ കറപ്ഷൻ എന്നുള്ളത്. മനുഷ്യരുടെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിലുള്ള ഈ ഒരു വിവാഹത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടുതലായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള റെവലേഷൻ കുറച്ചുകൂടെ വെളിവാക്കി തരുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിലാണ്. ഈ ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നോഹയുടെ സമയത്തിലുള്ള ആൾക്കാരുടെ പ്രവൃത്തിയായിരുന്നു. അവര് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോയിരുന്നു. നമ്മൾ വായിച്ചു കേട്ട ഈ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യരുടെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിലുള്ള വിവാഹമായിരുന്നു. ഇതുകൊണ്ട് ഈ ഒരു വിവാഹം കൊണ്ട് മനുഷ്യരും അല്ലെങ്കിൽ ഏഞ്ചൽസും കൂടിയുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സൃഷ്ടിയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ സീഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സീഡ് കറപ്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി, കന്യകയുടെ ഉദരത്തിൽ യഹോവ മനുഷ്യനായിട്ട് വരാൻ വേണ്ടി കറപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫ്ലഷിനെയും അല്ലെങ്കിൽ എല്ലാ ജഡത്തെയും നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ പാപനിമിത്തമുള്ള ശിക്ഷ എന്നതിനേക്കാൾ ഉപരി മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ രക്ഷയായിട്ട് തന്നെയാണ് ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണുകളിൽ നോഹ നീതിമാനായിരുന്നു. അതുകൊണ്ട് തന്നെ നോഹയുടെ കുടുംബത്തെയും അല്ലെങ്കിൽ അൺകറപ്റ്റഡ് ആയിട്ടുള്ള ഫ്ലഷിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി യഹോവ തീരുമാനിച്ചിരിക്കുന്നു. യഹോവ നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നു. പ്രളയം കൊണ്ട് മനുഷ്യകുലത്തിനെ നശിപ്പിക്കാൻ തീരുമാനിച്ച യഹോവ പിന്നെയും സ്നേഹവാനായിട്ട് പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു റെവലേഷൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലല്ല കാണാൻ സാധിക്കുന്നത്. 1 പത്രോസ് 3-ാമത്തെ അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. 3-ന്റെ 19-ാമത്തെ അധ്യായം വായിക്കാം. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. പണ്ട് നോഹയുടെ സമയത്ത് പെട്ടകം ഉണ്ടാക്കുമ്പോൾ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്ന അനുസരണക്കേട് കാണിച്ച ആത്മാക്കളോട് യേശുക്രിസ്തു പ്രസംഗിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു വാക്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്നുള്ളത്. എന്തിനാണ് യഹോവ കാത്തിരുന്നു എന്നുള്ളത് പിന്നെയും മറ്റൊരു പുസ്തകത്തിലാണ് അതിൻ്റെ റെവലേഷൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 2 പത്രോസ് 2-ന്റെ 5-ാമത്തെ വാക്യമാണ്. ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പാലിക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് നീതി പ്രസംഗിയായ ആളാണ് നോഹ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നീതിയെക്കുറിച്ച് പ്രസംഗിച്ചു നോഹ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നോവ എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് നോയെ കൊണ്ട് റൈച്ചസിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് യഹോവ പ്രസംഗിപ്പിച്ചു. ആരെങ്കിലും മനം തിരിഞ്ഞ് വരാനുണ്ടോ എന്നുള്ള ആ ഒരു സമയവും യഹോവ അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആരും ഒരുപക്ഷെ നോഹയുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ നോഹയുടെ നീതി പ്രസംഗം കേട്ട് മനം തിരിഞ്ഞിട്ടുണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വെറും 8 പേരെ മാത്രമാണ് യഹോവ രക്ഷിച്ചത്, അല്ലെങ്കിൽ ആ പ്രളയത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്. അവർ ജഡത്തിൽ കളങ്കപ്പെടാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ പ്രളയം കൊണ്ട് മനുഷ്യകുലത്തിനെ നശിപ്പിച്ചതും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായിട്ട് യഹോവയ്ക്ക് കന്യകയുടെ ഉദരത്തിൽ മനുഷ്യനായിട്ട് രൂപപ്പെടാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബൈബിളിൽ ഉടനീളം പറയുന്നത് യഹോവയുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് രക്ഷകനായ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് നടക്കുന്നത് എന്ന് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ എന്നല്ല, ഒരുപാട് പേര് ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. രക്ഷകനായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. രക്ഷകനായ ദൈവത്തെ ശിക്ഷകനാക്കി കാണിക്കുന്ന പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതുവഴി കേട്ട് ഇതുവഴി ഇറക്കിക്കളയാൻ ശ്രമിക്കുക. കാരണം ബൈബിൾ പ്രകാരമുള്ള യഹോവ സ്നേഹം തന്നെയാണ്. യഹോവയുടെ രക്ഷ നിങ്ങൾ തിരിച്ചറിയുക. ദൈവം സ്നേഹമാണ്. ദൈവം പാപത്തെയാണ് സ്നേഹിക്കുന്നത്. ദൈവം പാപികളെ സ്നേഹിക്കുന്നവനാണ്. നമ്മളെല്ലാവരും പാപികൾ തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് അടുക്കാനും ദൈവവുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം പുലർത്താനും ഏതവസരങ്ങളിലും അവൻ എന്നെ കൈവിടുകയില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളെ നിലനിർത്താനും സഹായിക്കുന്നത്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും
ആർക്കെങ്കിലും ദൈവത്തെക്കുറിച്ച് വളരെയധികം പേടിയാണ്, ഭയമാണ് എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആദമിനെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതും അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. മനുഷ്യരോടുള്ള, നമ്മളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് യഹോവ അങ്ങനെ ചെയ്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞ ചിന്തയായ നോഹയുടെ കാലത്തെ പ്രളയം, ആ പ്രളയത്തിൻ്റെ പിന്നിലും ഉണ്ടായിരുന്ന രക്ഷ എന്ന ദൈവത്തിൻ്റെ മഹത്വമേറിയ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ദൈവം സ്നേഹമാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ ലോകത്തിലെ ആര് നിങ്ങളെ ഇതിൽ നിന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ പാപിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു നന്മയും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന് ഉള്ള മെസ്സേജസ് ഒക്കെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അത് സാത്താൻ നിങ്ങളോട് പറയുന്ന നുണകൾ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ്, അത്യന്തം സ്നേഹിക്കുന്നവനാണ് യഹോവ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. fall in love with Jesus and fall in love with the word of God. fall in love with the word of God.